യോ 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 അപ്പോൾ ഗെയിമറാണ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് വീണ്ടും നമ്മുടെ അടുത്ത ലെറ്റ്സ് പ്ലേ സീരീസ് വന്നിരിക്കുന്നത്. നമ്മൾക്ക് വേണമെന്നുണ്ടായിരുന്നു, നമ്മൾ അടുപ്പിച്ച് വീഡിയോസ് എല്ലാം ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. ഇനി നമ്മളിടാൻ ശ്രമിക്കാം. കാരണം വീഡിയോ എഡിറ്റിങ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇച്ചിരി ഇപ്പം നമ്മൾ പുതിയ എഡിറ്റിങ് ആപ്പ് നല്ലതൊക്കെ നോക്കി അങ്ങനെ കിട്ടിയേക്കുന്നുണ്ട്. വർക്കാവില്ല നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നതിനകത്ത് കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തു. പിന്നെ അതെ ആക്ഷൻ സ്റ്റഫ് ഞാൻ മോഡ് മേടിച്ചില്ല, ഞാനൊരു ഏൽപ്പിക്കുക ഒരാളുണ്ടാക്കി ഞാൻ അതെടുത്ത് ചെയ്തു. എനിക്ക് മേടിക്കാൻ ഉള്ളത് എനിക്കറിയാമല്ലോ, ഇത് തന്നെ മേടിക്കാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെടാണ്. അപ്പോൾ ഇത് ആക്ഷൻ സ്റ്റഫ് അത് ഞാനത് ആലോചിച്ച് എടുത്തു. നമ്മുടെ വേൾഡിൽ ഇച്ചിരി നല്ല പോലെ ഇച്ചിരി എന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം കുറച്ച് ഞാൻ വേൾഡിൽ ഇറങ്ങി ഓഫ്ലൈനിൽ കളിച്ചു, വേൾഡ് ഇമ്പ്രൂവ് ആക്കി. പക്ഷേ ഒരു കാര്യം ഇപ്പോഴും കിടക്കുന്നുണ്ട്. സെയിം തിങ്, നമ്മുടെ വീട് അതുപോലെ തന്നെ കിടക്കുവാണ്. പിന്നെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 2 സബ്സ്ക്രൈബേഴ്സ് എന്നെ കുറച്ച് ടിപ്സ് തന്നു. എ ഐ തംബ്ലൈൻസ് ഉപയോഗിക്കല്ലേ, പിക്ക് പ്രൊഫൈൽ പിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ ഉപയോഗിക്കാതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മേലോട്ടും കയറട്ടെ, അങ്ങനെ ഉപയോഗിക്കാതാണ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ മേളിലോട്ട് എത്തിയിട്ട് ഞാൻ ഇതേ വരുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും മേളിലെത്തിയിരിക്കുന്നു. നമ്മൾ പോയി കിടന്നുറങ്ങട്ടെ. 29ാമത്തെ ദിവസമായിരുന്നു നമ്മുടെ വീട് എപ്പോഴും പഴയ പോലെ തന്നെ ഇച്ചിരി ഡിഫറെൻ്റ് ആക്കാൻ നോക്കി. നമുക്കൊരു പുതിയൊരാളെ കിട്ടി, അത് ഞാൻ കാണിച്ചു തരാനും കിടന്നുറങ്ങട്ടെ. ഇത്ര അടുത്ത് വന്നിട്ടാണ്. ഓക്കെ, രാവിലെ കാണിച്ചാൽ നമ്മൾ മേൽക്കൂരയൊക്കെ കണ്ട് ഇടുക്കച്ചിയായിട്ട് കിടന്നണം, വീട് മര്യാദ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന് നമ്മൾ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം കണ്ടതാണ് എൻ്റെ സോംബി ഫാം. ഞാനത് മൈനിങ് ചെയ്ത് പോയപ്പോൾ കണ്ടതാണ്. ഇതിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്, ഇത് കാണിച്ചത്. ഈ പിക്സിന് ഞാൻ അകത്തിട്ടത് ഇത് കണ്ടാണ് ഗൈസ്. ഞാൻ കുറേ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ഇത്ര ലീഡ് വരുന്നത്. ലീഡ് ഒപ്പിച്ച് തന്നെ ഇത് കണ്ടോ. നമ്മളിപ്പോൾ ലീഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചു കഴിയുമ്പോൾ ഇത് ആകാശത്തിന് ഏതോ എഴുത്തിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവനെ വലിച്ചാലൊക്കെ തന്നെയാണ് ആദ്യം ഇവന് ഇത് കണ്ടിട്ട്. ഇപ്പം നോർമലി ഇപ്പോൾ അവനെ വലിച്ച് നമ്മൾ പിടിച്ചോണ്ട് വന്ന് തുറന്ന് ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വരാം മാറ്റി വന്ന് അത് ഇങ്ങോട്ട് വരത്തില്ല. കണ്ടോ, ഒരുത്താൻ വന്നാ ഓക്കെ. ഇത്ര ദിവസം വരുന്നില്ലായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അമ്മമാരെ ഇപ്പോൾ കൊണ്ടുപോയി കെട്ടിയിടുകയല്ല, നമുക്ക് അകത്തോട്ട് കൊണ്ടുപോവാണ് ചെയ്യേണ്ടത്. പക്ഷേ നമുക്കിപ്പോൾ അകത്തോട്ട് കൊണ്ടുപോകാൻ കഴിയും, എന്നാലും കൊണ്ടുപോകാം. പൊട്ടിപ്പോയെന്ന് തോന്നുന്നു. നോ പിക്കെന്തി മോനെ മുത്തേ. ഭാഗ്യം ലാഗുണ്ടായിരുന്നു, ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ സ്വന്തം ജിംബറുക്കുട്ടൻ വയലും വാക്കുമായിരുന്നു. ജിംബറുക്കുട്ടൻ നമ്മുടെ കുതിരക്കുട്ടൻ ഞങ്ങൾ പേര് കൊടുത്തു. ഞാൻ ചിന്തിച്ചു. രണ്ടാമത്തെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതാണ് സൗണ്ട് ഇച്ചിരൂടെ നല്ലപോലെ കൊടുക്കണമെന്ന്. ഞാൻ ആ സൗണ്ട് നല്ലപോലെ കൊടുക്കാൻ ഇച്ചിരൂടെ വോയിസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാനിതിപ്പം കളിക്കുമ്പോൾ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എനിക്കങ്ങനെ പ്രശ്നം. പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കുമല്ലോ ഗൈസ് നിങ്ങൾക്ക്. ഇതിന് ഇവിടെ വെക്കണമല്ലോ. ഞാനിപ്പോൾ പറയുന്നത് ഇനി വോയിസ് ഇച്ചിരൂടെ എക്സ്ട്രാ ഒച്ച കൂട്ടി വേണം. ഓക്കെ, പൊട്ടി വെക്കേണ്ടത് ഇനി മുതൽ ഞാൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി അങ്ങനെ ചെയ്യാൻ ഇച്ചിരി കഷ്ടപ്പാട് കാണും. അതിന് മരിച്ചായിരുന്നു മതിയായിരുന്നു. ഓക്കെ, ഞാൻ ഒന്ന് പൊട്ടിച്ച് മാറ്റട്ടെ. നോ. ഓക്കെ, നമ്മളപ്പോൾ ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉമ്മയുടെ അടുത്ത് നിന്ന് ലീഷ് മാറ്റാം. ഒന്നത്തെ മാറ്റി, ഇതും മാറ്റി. ഓക്കെ, സെറ്റ്. 15, 16. ഇനി നമുക്ക് തിരിച്ചു പോകണം. ഇതിൻ്റെ ഇത്ര വലിയത് ഇതൊന്ന് പൊട്ടിച്ച് കളഞ്ഞേക്കാം. ഓക്കെ, നമുക്കുമാരെല്ലാം മിക്സ് ചെയ്ത് ചെയ്യണമെന്ന് ആഗ്രഹമില്ല, മാറ്റി ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഞാനങ്ങനെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞിട്ട് എൻ്റെ 3 പേർക്കൊന്ന് 2-3 പേരെ കൊല്ലുമല്ലാതെ
എൻ്റെ ഒന്നും മറക്കാവുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കിടക്കട്ടെ വിചാരിച്ചു. വെച്ചിട്ട് വലുതാക്കി ഞാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ജിബ്രക്കുട്ടനെ ജിബ്രക്കുട്ടിന് ഫുഡ് കഴിക്കാൻ എന്ത് കൊടുക്കണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ക്യാരറ്റ് കൊടുക്കാൻ നോക്കി റൈഡെന്ന് കാണിക്കുന്നത് ഒന്നും കൊടുക്കുന്ന അങ്ങനെ അറിയത്തില്ല. നമ്മൾ ആനിമേഷൻ്റെ അപ്പോൾ നമ്മളത് കയറ്റി ഇമ്പ്രൂവ്മെൻ്റ് തന്നെ. അവിടെ നമ്മളൊരു വലുതായിട്ടൊരു ഫാം ചെയ്തു. നമ്മളിവിടെ ഇതന്നെ പൊട്ടറ്റോ ഫാം പൊട്ടിച്ചെടുത്തേക്കാം. ഇതുമകത്ത് പൊട്ടറ്റോ ഇവിടെ നമ്മൾ ഇതൊക്കെ നട്ട് വെച്ചേക്കാം. എന്തെങ്കിലും ഈ സൈഡിൽ ഒരെണ്ണോടുണ്ട്. പൊട്ടറ്റോ നട്ട് വെച്ചു. ഓക്കെ, ബാക്കി അങ്ങനെ ഒരു പൊട്ടറ്റോ ഇനി ഇതിൽ നിന്ന് ബാക്കി ഉണ്ടായി വരുന്ന നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. ഓക്കെ, സീഡ് വരട്ടെ. ഇതിൽ പ്രത്യേക സൂപ്പർ സാധനമാണ് എനിക്ക് സീഡ് ഇടുന്നത്. കണ്ടോണേ. ഓക്കെ, ഇത് കണ്ടോണേ. ഞാനിപ്പോൾ സീഡ് ഇവിടെ ഇട്ട് കാണിക്കാം. കണ്ടോ, സീഡ് ഇങ്ങനെ കയ്യും കൊണ്ട് വിതറി ഇടുക. നോക്കിയാണ് ഇനി ഇത് നോക്കിയാണോ ഗൈസ്? ഷോ ഒന്നുമില്ലല്ലോ. അതുപോട്ടെ. ഞാൻ പിന്നെ ഇവിടെ ക്യാരറ്റ് ഫാം നട്ടു. ഇവിടെ ക്യാരറ്റ് ഒന്നും ഇതായിട്ടില്ല. മെലൺ ഫാം, പിന്നെ ബീട്രൂട്ട് ഫാം ഇതായിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഒരു വാട്ടർഫോൾ പോലെ ഇവിടെ ഒരു ക്രീപ്പർ വന്ന് പൊട്ടി അയച്ച് വൃത്തിയാക്കി ഞാൻ ഒരു വാട്ടർഫോൾ പോലെ ചെയ്തു. ഒരു ബോട്ട് വെച്ച് ഞാൻ സെറ്റാക്കി വെച്ചു. ഓക്കെ, കാര്യമില്ല. അത് നമ്മളിങ്ങനെ ഇങ്ങനെ നടക്കുകയാണ്. ഇഷ്ടം പോലെ ബ്രെഡ് നമ്മൾ ആ വീറ്റ് ഫാമിൽ നിന്ന് നമ്മൾ ഒപ്പിച്ച് പിന്നെ കുറച്ച് ഹേബിയൽ ഒരു ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നത് 131 പേരും നമ്മുടെ ഈ വീഡിയോ കാണാൻ 131 പേര് കണ്ടിട്ടുണ്ട്. 99 പേര് ബാക്കിയുള്ള കുറച്ച് വീഡിയോസിൻ്റെയും കൂടെ കൂട്ടി 199 വീഡിയോ. അവർ കണ്ടതിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് 3 പേരാണ്. 3 പേര് മാത്രമേ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അതിൽ ഓക്കെ, നമ്മളെന്നിട്ട് ഇവിടെ വന്നു. ഞാനിത് ഇങ്ങനെ വെച്ചത് മേൽക്കൂര കേൾക്കാൻ വേണ്ടിയാണ്. പിന്നെ എനിക്ക് വീടുണ്ടാക്കുന്നതിനെ കുറിച്ചൊരു വിവരം ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പുറകെ നിന്നില്ല ഒരുപാട്. ഓക്കെ, സെറ്റ്. ഈ ലാഗുള്ള ഫോണിൽ കളിക്കുമ്പോൾ ഉള്ള പ്രശ്നം ഇതൊക്കെ. ഞാൻ കുരിയപ്പം ഉണ്ടാക്കി. ഞാനപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് ഒരു ആൻവിലൊക്കെ ഉണ്ടാക്കി എൻ്റെ സ്വർണ്ണക്കട്ടയൊക്കെ ഇങ്ങോട്ടൊന്ന് സൂക്ഷിച്ച് വെച്ച്. ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആപ്പിള് സീഡ്. ഓക്കെ, ഗോൾഡൻ ആപ്പിൾ ഫുഡ് ഐറ്റംസ് ആസരി. ഞാൻ വൃത്തിയായിട്ടല്ല വെച്ചിരിക്കുന്നത്, പക്ഷെ ഞാൻ കാണിച്ചൊരു കാര്യം ഇതാണ് സീഡിൻ്റെ ഇത്. ഞാനിത് ഇതിപ്പോൾ അടയ്ക്കുമ്പോൾ കണ്ടോ അവിടെ തെറിച്ചു പോകുന്നുണ്ട്. ഇതങ്ങനെ ഇത് ഇടുന്നത് ഇതാണ്. നോക്കണേ. ഓക്കെ, എനിക്കങ്ങനെ പറ്റുന്നില്ല. ഇത് നോക്കണേ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിനി ഈ സീഡ് തുറന്ന് ഇതിനി ഇവിടെ വെക്കാം. ഒരുപാടുണ്ട്. ലാ എന്ന് പറഞ്ഞ് പോകാതെ നമുക്ക് നേരെ ഒരു കാര്യം കൂടെ കണ്ടിട്ട് പോരാം. ഈ ഡിസൈൻ പോലെ ഇവിടെ ഇങ്ങനെ പാത്ത് കൊണ്ടുവന്ന് ഒരു സൈഡിൽ ഇതൊക്കെ വെച്ച് ഒരു ട്രീ ഫാം പോയി ട്രീ വരെ പോയിട്ട് ഇതുവരെ പോയിട്ടില്ല. പിന്നെ ഒരു കേവ് പോലെ ജസ്റ്റ് ഇങ്ങനെ മോഡിഫൈ ചെയ്ത് വൃത്തിയിടാൻ അറിയാം. എന്നാലും അങ്ങനെ ചെയ്തു. പിന്നെ ഇങ്ങനെ വൃത്തിയാക്കണം. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഒരു നല്ല ബിൽഡറും അല്ല, ഒന്നുമല്ല. ജസ്റ്റ് ഒരു നോർമൽ പ്ലെയർ. നോർമലിനേക്കാളും നോർമൽ പ്ലെയർ ആദ്യം ഏകദേശം കണ്ടിട്ടായിരുന്നു. ഇപ്പം ഞാനിവിടെ ഒരു സ്പോണർ ഞാനിവിടെ വന്ന് ഇതൊക്കെ പൊട്ടിച്ചൊട്ടിച്ച് നമുക്കൊരു സ്പോണർ കിട്ടി. സ്പോണറായിട്ട് ഞാൻ അത് കണക്ട് ചെയ്ത് എന്നിട്ട് തടച്ചു കൂട്ടി. ഇവിടെ ഞാൻ AFK നിൽക്കാൻ വേണ്ടി
ഇതുവരെ ഇതാവാൻ വേണ്ടി FK നിൽക്കുന്നു. ഇവിടെ ഒരു ഇതുണ്ട്. എൻ്റെ ഇതിനകത്ത് ഒരാളും കൂടെ ഉണ്ട്, കാണിച്ചു തരാം. ചേട്ടോ, ആ വില്ലേജ് കുട്ടൻ. ഞാൻ അവനകത്ത് വെച്ചേക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് കയറി കഴിയുമ്പോൾ ബോറടിച്ചിരിക്കും. ഇപ്പോൾ സമയത്ത് എന്തെങ്കിലും തമാശയ്ക്ക് സംസാരിച്ചും വേണ്ടിയൊക്കെ ഇരിക്കും. അവനിപ്പോൾ സോംബി ഉണ്ട്, സംസാരിച്ചും വേണ്ടിയിരിക്കാൻ. ഇപ്പം നമ്മളിപ്പം അടി വന്ന് നോക്കുമ്പോൾ ഇവിടെ സോംബി വരും. അപ്പോൾ നമ്മൾ അവിടെ കുറേ കണ്ടില്ല ഒന്നല്ല, നമ്മളിങ്ങനെ അടിച്ചത്. ഓക്കെ, ഒന്ന് ഡ്രോപ്പായി. എന്താണ്ട് ഡ്രോപ്പായി. അപ്പോൾ നമുക്കിനി എന്നിട്ട് ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ കുറേ ലൂട്ടൊക്കെ വരും. ഞാൻ ഇവിടെ തന്നെ വെച്ചേക്കൊന്നും എടുക്കത്തില്ല. അത്രേ ഉള്ളൂ. നമ്മൾ സ്പെഷ്യലി നമ്മൾ ചെയ്ത 30 ദിവസം കൊണ്ട് ഒരു ഡയമണ്ട് ബ്ലോക്ക് പോലും കിട്ടിയിട്ടില്ല. എന്ത് പൊട്ടനാണെന്ന് അറിയത്തില്ല. ഞാൻ ഇവിടെ നിന്ന് വെച്ച് ആ പാത്ത് ഞാൻ മൈനിങ് ചെയ്തുകൊണ്ടിരുന്ന പാത്ത് ഇങ്ങോട്ടൊന്ന് കണക്ട് ചെയ്തു. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് വഴി കണ്ടടിച്ചത്. അത് വേറെ കാര്യം. ഇവിടെ ഇറങ്ങി വന്ന് ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് 3 ബ്ലോക്ക് എൻ്റെ തല ഇടിക്കാത്ത രീതിയിൽ ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് എക്സ്ട്രാ നമ്മൾ കൊടുത്തായിരുന്നു. ഇതിപ്പോൾ നോർമലി ഇറങ്ങിപ്പോവാൻ അതുപോലെ കൊടുത്തിനി പോകണം. അത് നമ്മൾ ചെയ്യണം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചിന്തിച്ചിരിക്കുന്നത് എല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുക. ഞാനത് കുറേ ദിവസം വെച്ച് ചെയ്തതാണ്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് കാണിക്കുക എന്നാണ്. നമ്മളൊന്ന് പിന്നെ അങ്ങോട്ട് കുറച്ച് മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോവാം. ഡീപ്പ് സൈറ്റ് എത്തുന്ന വരെ നമുക്ക് മൈൻഡ് ചെയ്ത് അങ്ങ് പോവാം. ഡീപ്പ് സൈറ്റ് എത്തിയല്ലോ ഇത്ര പെട്ടെന്ന്. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വന്നു. ഞാൻ കുറേ ഏതൊക്കെയോ കേവ് വഴി ഇറങ്ങി താഴത്തെത്തിയപ്പോൾ മറ്റേ സാധനം ഞാൻ കണ്ടുപിടിച്ചു. ഇതായിരുന്നു എൻ്റെ പേര്. എൻ്റെ പേരെന്നാ? സാധനത്തിൻ്റെ പേര് നല്ലൊരു ട്രയൽ ചേമ്പർ ഞാൻ കണ്ടുപിടിച്ച്. പക്ഷെ അത് ഇതുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എവിടെയാണെന്നൊരു പിടിയില്ല. ഒരു പിടിയില്ലാത്ത അവസ്ഥയിലാണ് ഗൈസ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഡീപ്പ് സ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സ്ഥലങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്യാനായാലും എന്താണെങ്കിലും കുറച്ചുകൂടെ വൃത്തിയാവും. അയൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അയൺ ആർമറൊക്കെ ആയി. ഇങ്ങനെ കുറച്ച് 16 അയൺ എക്സ്ട്രാ ഉണ്ട്. ഇനി മെൽറ്റി ആയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഡീപ്പ് സൈറ്റ് കിട്ടിയത് മറ്റേ എന്തുവായിരുന്നു, സോംബി സ്പോണറൊക്കെ വെച്ച് സെറ്റാക്കി അങ്ങനെ അടിയിലോട്ട് സെറ്റാക്കി എന്നല്ല, അത് ഓൾറെഡി അന്നായിരുന്നു. ഞാനത് പറഞ്ഞ ടൂണിലങ്ങനെ അറിഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയതാണ്. താഴോട്ട് പോയി ചോദിച്ചു പോയപ്പോൾ കിട്ടിയതാണ്. ഇതുമായിട്ട് മറ്റേ സ്പോണറായിട്ട് കണക്ട് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, ഇത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ദേവാനന്ദ് എന്ന് പറഞ്ഞ്. അവനാണെങ്കിൽ നല്ല ബിൽഡറാണ്. അവൻ്റെ കൂടെ മൾട്ടിപ്ലെയർ കളിക്കാനാണ് ഞാൻ മെയിനായിട്ട് ഈ വേൾഡ് ക്രിയേറ്റ് ചെയ്തത്. ഞാൻ ഇടയ്ക്ക് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞാൻ ഇൻവൈറ്റ് ഒന്നും ചെയ്യാൻ കൊടുത്തിട്ടില്ല. പക്ഷെ കയറി വന്നു. എന്തോ ലക്കിന് ഞങ്ങൾ വേറെ വേൾഡൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ നോക്കി, അങ്ങനെ വല്ലതും വന്നാണോ എന്ന് അറിയത്തില്ല. നല്ല സൂപ്പർ ബിൽഡർ എന്ന് പറഞ്ഞാൽ മറ്റേ സുധി കേട്ടിട്ടില്ല, നമ്മുടെ സ്വന്തം എൻ്റെ ഫേവററ്റ് യൂട്യൂബർ, മൈൻക്രാഫ്റ്റ് യൂട്യൂബർ സുധി. അവൻ്റെ വീഡിയോ കണ്ട് ബിൽഡറായ ഒരു ചെറുപ്പക്കാരനാണ് ആ കാണുന്ന ഞങ്ങളുടെ സ്വന്തം ദേവാനന്ദ്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ബിൽഡ് ചെയ്തു. ഇതും കൂടെ ഇറങ്ങിയിട്ട് എല്ലാം ഉണ്ടായി. ഈ അയൺ പിക്കാക്സ് പൊട്ടുന്നവരായിക്കഴിഞ്ഞ് പൊട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി നടത്താം. നമ്മൾ ഇന്നത്തെ വീഡിയോ സിമ്പിൾ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. വലിയതായിട്ടൊന്നുമല്ല, നമ്മുടെ ഓഫ്ലൈൻ പ്രോഗ്രസ് കാണിക്കുന്നതാണ്. അടുത്ത ദിവസം നമ്മൾ ഇതുപോലെ അല്ല നമ്മൾ അണിയാണ് പ്രോഗ്രസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഐഡിയ നിങ്ങളുടെ ഐഡിയ നിങ്ങൾ കമൻറ്റിൽ കൊടുത്താലും അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ചെയ്യുക. പിന്നെ നമ്മുടെ ഡിസ്കോഡിൽ ഇത് കൊടുത്തിട്ടുണ്ട്. കൈസൺ വൈറ്റ് എന്നാണ് ഞാൻ അക്കൗണ്ടിൻ്റെ പേര് ഇത് കൊടുത്തിരിക്കുന്നത്. എന്തായിരുന്നു ഡിസ്കോഡിലെ അക്കൗണ്ട് പേര്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാൻ നമ്മുടെ ഈ ഗെയിം റൺ എന്ന അക്കൗണ്ടിൽ ആ പേര് നമ്മൾ 2 ആക്കി വെച്ചിട്ടുണ്ട്. കൈസൺ വൈറ്റിയും പിന്നെ ഗെയിം റണ്ണൻ. ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ വെച്ചത്. നമ്മുടെ ഇവിടത്തുള്ള ഗെയിം റണ്ണൻ എന്ന് പറയാൻ, ഇവിടെയല്ല പുറത്തുള്ള ഗെയിം റണ്ണൻ എന്ന് പറയാൻ പാടായുണ്ട്. കൈസൺ വൈറ്റി എന്നുള്ള ഒരു എക്സാമ്പിൾ ഞാൻ അങ്ങനെ വെച്ചതാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത് പേടിക്കണം വേണ്ട, അത് എൻ്റെ അക്കൗണ്ട് തന്നെയാണ്. ഇച്ചിരി എഡിറ്റൊക്കെ ചെയ്ത് നമ്മൾ സെറ്റാക്കിയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ നിർത്തും. നമ്മളിനി ഓഫ്ലൈനിൽ ഞാൻ ഓഫ്ലൈനായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഇനി ചെയ്യാൻ പോകുന്നില്ലെന്ന് തോന്നുന്നു. ഞാനിനി ചെയ്യാൻ പോകുന്ന എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ മേളിലോട്ട് ഒരു സൈഡ് അത് വേണ്ട, നമ്മുടെ ബേസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. മേളവശം എന്തെങ്കിലും വെച്ചൊന്ന് ജസ്റ്റ് അടച്ച് പാരലായിട്ട് അങ്ങ് അടച്ചു വിടുക. രാവിലെ ഞാൻ തോന്നുന്നു മുമ്പേ നമുക്കൊരു പണിയും കൂടെ ഉണ്ട്. ഏറ്റവും അടിയാണ് ഇനി ഒന്ന് കുടിച്ചിട്ട് ഇതെടുത്ത് ഓക്കെ. നമ്മൾ വന്നിട്ട് ഇങ്ങനെ ഓക്കെ. അപ്പം പറഞ്ഞു നമ്മുടെ ബേസ് നല്ല സെറ്റും കിടുക്കാച്ച് സാധനമൊക്കെ ആക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേൽവശം നമ്മൾ പരത്തുകയാണെങ്കിലും വെച്ചിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് പോലെ നമ്മൾ താഴോട്ട് 3x3 രീതിയിൽ നമുക്ക് ബേസ് അങ്ങോട്ട് ഒരു പണത് അങ്ങോട്ട് വിടാം. അതാകുമ്പോഴത്തേക്ക് നോർമലി നമ്മുടെ അതാകുമ്പോഴത്തേക്ക് നോർമലി ലുക്കും ആവും. എൻ്റെ ഇഷ്ടമുള്ളൊരു മെൻറ്റാലിറ്റിയിൽ അടിവശം എനിക്കങ്ങനെ വൃത്തിയാക്കണം ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷെ എന്നാലും നമ്മളത് നല്ല വൃത്തിയാക്കാൻ ശ്രമിക്കാം. ഇതാണ് നമ്മുടെ ടീം ഫാം ഗൈസ്. ഇവിടെ ഇതാണ് നമ്മുടെ ഇതിൻ്റെ പേര് ഷുഗർ കിങ് ഫാം. ഇതങ്ങോട്ട് അങ്ങനെ ഒരുപാടില്ല. അത് പൊട്ടിച്ചാൽ ഒരുപാടുണ്ടല്ലോ. വൈഫൈ അല്ല, കണക്ഷൻ പോകുന്നു. ഓക്കെ, ഷീപ്പൊക്കെ ഉണ്ടല്ലോ. എൻ്റെ കയ്യിൽ വീറ്റ് ഉണ്ടല്ലോ, വീറ്റുണ്ട്. വാ ഷീപ്പുകൾ വാ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് ഇറങ്ങാൻ വയ്യ, ഇറങ്ങടാ. ഇതമ്മോ. നമുക്ക് ഇനി ഇതിങ്ങനെ കളക്ട് ചെയ്ത് ഷീപ്പുകളെയും കൊണ്ട് പതിയെ വാ പതിയെ. വെള്ളത്തിൽ ചാടരുത്. നിങ്ങൾ വെള്ളത്തിൽ ചാടിയ പണിയാവും. പതിയെ. ഞാൻ വെള്ളത്തിൽ ചാടി ഇതൊന്നും എടുത്തിട്ട് തരാം. നിങ്ങൾ വെള്ളത്തിൽ ചാടരുത്. ഓക്കെ. അയ്യോ, ഇതല്ലല്ലോ. ഇവിടെ ഫുഡ് ഇനി എങ്ങോട്ട് പോകുന്നു? അതേ ഞാൻ തരത്തില്ല. നിനക്ക് വേണം? വാ. മാർക്ക് നീന്തുന്നുണ്ട് തന്നെ. അങ്ങോട്ട് ഇറങ്ങിയാ. ഞാനും നീന്തറിയത്തില്ലാത്ത കുറേ അമ്മാരി നീന്ത ആക്ഷൻ കാണിക്കുന്നത് വേറെ കുറേ അമ്മാരി. അതൊന്ന് വെച്ചിട്ട് കയറുക. ഓക്കെ, ഇവൻ കയറി. അടുത്തത് അവൻ കയറണം. അവൻ ഇന്നെങ്ങാനും എത്തുമോ? അവനെത്തുമോ? ഫൈനലി അവനെത്തി. ഇതും കൂടെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെയും അതിൻ്റെയും കൂടെ സ്ക്രീൻഷോട്ട് എടുക്കണം. അങ്ങനെ ഗൈസ് അത് സ്ക്രീൻഷോട്ട് ഒന്ന് എടുക്കണം. കാരണം നമുക്ക് പോസ്റ്റ് നമ്മൾ കൊടുത്ത് ചെയ്യുന്നതിനേക്കാളും നല്ലതെന്ന് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ അങ്ങനെ എന്നൊക്കെ ഒരുപാടായിട്ട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു. അവർക്ക് വേണ്ടി പ്രാവശ്യം അങ്ങനെ ചോദിച്ചു. ഇത് രാവിലെ കേട്ടോ, എനിക്ക് ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഒന്ന് ഇവരെയും കൊണ്ട് വരുന്നത് എന്നെ കഷ്ടപ്പാടാണെന്നറിയും. ലീഷ് കേരടാ ഇങ്ങോട്ട്. എന്തോടെ പുറകിൽ കൊണ്ട് വെച്ചേക്കുന്നു?
മാറ്റാ ഇവനെ ലീഷട്ടെ. 3 പേര് കൊള്ളാലോ. വാ 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 വാ. ഉണ്ടല്ലോ വാ. പൊട്ടി. ഓരോടാ ഓരോ ഇമാര് 3 പേർക്കും വീറ്റാ വേണ്ടതുകൊണ്ടാ ഇങ്ങനെ വിളിച്ചോണ്ട് പോയാൽ മതി. ഇമാര് ഓടിപ്പാഞ്ഞ് വന്നോളൂ. ഇത് പുറകിൽ ബ്ലോക്ക്. വാ വാ വാ. കേറ് കേറ്. അവൻ കേറുന്നില്ലല്ലോ. ഇവിടെ ഫുഡ് കയ്യിൽ. കയറി വന്ന്. അപ്പോൾ പശുവിൻ്റെ തല പോയത്. ഇങ്ങോട്ട് വേണം. എൻ്റെ ദൈവമേ, ഇങ്ങോട്ടല്ല ഇങ്ങോട്ടൊന്ന് വന്ന്. ഇങ്ങോട്ടൊന്ന് മാറിക്കും. ആ ഡോറൊന്ന് തുറന്നു കൊടുക്കട്ടെ. യോഗ നമ്മൾ ഫൈനലി എന്തുവാ ആടിഞ്ഞ് അവിടെ കൊണ്ട് കെട്ടിയിട്ട് എന്തോണ്ടൊരു മെസ്സേജ് വന്നു. അപ്പോൾ വീണ്ടും ഇതെങ്ങനെ ഓക്കെ സെറ്റ്. നമ്മളവിടെ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ട് നമ്മളിവിടെ വന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കായിരുന്നു. പുറമോട്ടല്ലേ. ഓക്കെ, നമുക്കിനി വേണ്ടത് അങ്ങോട്ട് പോയിട്ട് സ്ക്രീൻഷോട്ട് നമുക്ക് നമ്മുടെ വീടുണ്ടാക്കിയതിൻ്റെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഓക്കെ, നമ്മളിനി ഇതും കൂടെ ലാസ്റ്റ് സെറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഓഫ്ലൈനിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഒന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. അത് ഞാൻ നല്ല ലോങ് ആക്കി വെറുതെ. ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നമ്മുടെ റോഡ് ടു 100 ആണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ 20 ആയിരിക്കുവാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ റോഡ് ടു 100 സെറ്റാക്കണം. ഇങ്ങനെ പിച്ച് കോപ്പി. ഞാൻ എന്നാ ചെയ്തിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കാതെ. അപ്പം ഇനി 5 ദിവസം കഴിഞ്ഞിട്ട് എല്ലാവർക്കും എന്നെ കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. പന്ത്രണ്ട് 14 15 16 17 18 19 20 21 22 23 24. ഫൈനലി നമ്മുടെ വീട് പോലും കാണാമല്ലോ. ഇതെന്തിനാണ് ഷോർക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ആവശ്യം വരും. അതെന്ന് വെച്ചോണ്ടാണ്. എനിക്ക് എന്തിനാന്ന് പോലും മര്യാദ. ഞാൻ ഈ ഇടയ്ക്കാണ് പഠിച്ചേട്ടോ. ഇങ്ങനെ വന്നാലും അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പം നമ്മൾ വെള്ളം അവിടെ വെച്ച് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വെള്ളം തിരിച്ചിതായി. കണ്ടോ, ഇത് നമ്മൾ വെള്ളം എടുത്തേച്ച് ഇവിടെ നിന്ന് എടുത്താൽ വെള്ളം തിരിച്ചിതായി. അതായത് ഇവിടെ നിന്ന് തന്നെ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഞാൻ അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് പുതിയ രീതിയിൽ ഞാൻ കണ്ടുപിടിച്ചു. ഇതുവരെ ഉണ്ടോ ഇല്ലയോ അറിയില്ല, പക്ഷേ ഞാൻ പുതിയതായിട്ട് എനിക്ക് കണ്ടുപിടിച്ചത്. എക്സ്ട്രാ അല്ല.
ബഗ് വരുന്നു ഗൈസ്. അപ്പം നമ്മൾ ഇത്ര ഉള്ളു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ ടാറ്റ ടാറ്റ ഗൈസ്.